നമ്മൾ തയ്യാറാക്കാൻ പോണത് എന്താണെന്ന് ഈ ഇൻഗ്രീഡിയൻസ് കണ്ടിട്ട് മനസ്സിലായോ? ബ്രെഡ് പൊടി, മുട്ട, കപ്പ, ഗ്രൗണ്ട് മീറ്റ്, ഉള്ളി അരിഞ്ഞേക്കണത്, പൊടികൾ. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോണത് ചിക്കൻ കട്ട്ലൈറ്റാണ്. ഈ ചിക്കൻ കട്ട്ലൈറ്റ് ഒരു വ്യത്യസ്തമായ ചിക്കൻ കട്ട്ലൈറ്റാണ്. സാധാരണ നമ്മൾ കട്ട്ലൈറ്റ് എന്ന് പറയുന്ന നേരത്ത് മീറ്റും ഉരുളക്കിഴങ്ങുമാണ് ഉപയോഗിക്കുന്നത്. ഇന്ന് ഞാൻ ഉരുളക്കിഴങ്ങിന് പകരം ചെയ്യുന്നത് എന്താണ്? കപ്പയാണ്. നമ്മുടെ കപ്പ. ഇതിനു വേണ്ടി എടുത്തിരിക്കുന്നത് 1/2 കിലോ മിൻസ്ഡ് ചിക്കൻ ഓർ ഗ്രൗണ്ട് ചിക്കൻ, 1/2 കിലോ കപ്പ. ഞാൻ വേവിച്ച കപ്പയാണ്, നല്ലോണം വേവിച്ച കപ്പ. പിന്നെ 2 മുട്ട അടിച്ചു വെച്ചിട്ടുണ്ട്, ബ്രെഡ് ക്രംസ് എടുത്തു വെച്ചിട്ടുണ്ട്. പിന്നെ മസാല തയ്യാറാക്കാൻ വേണ്ടി ഒരു സവോള ചെറുതായിട്ട് എരിഞ്ഞേക്കുന്നത്, 5 വെളുത്തുള്ളി ചെറുതായിട്ട് എരിഞ്ഞേക്കുന്നത്, 1 ഇഞ്ച് നീളമുള്ള ഇഞ്ചി ചെറുതായിട്ട് എരിഞ്ഞേക്കുന്നത്, 2 ഇതൾ കറിവേപ്പില കുനുകുനൂന്ന് എരിഞ്ഞേക്കുന്നത്. മസാല എടുത്തേക്കണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 2 ടീസ്പൂൺ മല്ലിപ്പൊടി, 1 ടീസ്പൂൺ മീറ്റ് മസാല, 1/2 ടീസ്പൂൺ ഇഞ്ചിപ്പൊടി, 1/2 ടീസ്പൂൺ ജിഞ്ചർ പൊടി, 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി, 1/2 ടീസ്പൂൺ മുളക് പൊടി. ഇനി ആദ്യം നമുക്ക് മസാല തയ്യാറാക്കാം. ഇതിനു വേണ്ടി ഉള്ളി ഒന്ന് നല്ലോണം ഒന്ന് ബ്രൗൺ കളറായതിനു ശേഷം ഈ പൊടികൾ ഇട്ട് കൊടുക്കാം. അതിന് ശേഷം നമുക്ക് ചിക്കൻ ഇട്ട് കൊടുത്ത് അതിനുശേഷം കപ്പയും കൂടി മിക്സ് ചെയ്യാം. അങ്ങനെ നമ്മൾ മസാലയ്ക്ക് വേണ്ട ഉള്ളി മൂത്തു. ഇനി ഇതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന പൊടികൾ ഇട്ട് കൊടുക്കാം. ഈ പൊടികളെല്ലാം ഒന്ന് ഇളക്കി കൊടുക്കാം. വൺസ് ഈ പൊടികളെല്ലാം മൂത്തതിന് ശേഷം നമുക്ക് ചിക്കനും ഇട്ട് കൊടുക്കാം. ചിക്കനൊന്ന് വെന്തതിന് ശേഷം കപ്പ ഇട്ട് കൊടുത്ത് മിക്സ് ചെയ്യാം. ഓക്കെ. അങ്ങനെ മസാല മൂത്തതിന് ശേഷം ഇതിലേക്ക് നമ്മൾ ചിക്കൻ ഇട്ട് കൊടുത്തു. അങ്ങനെ ചിക്കൻ ഇപ്പോൾ ഓൾമോസ്റ്റ് വെന്തു. ഇനിയിപ്പോൾ നമുക്ക് നമ്മുടെ കപ്പ ഇട്ട് കൊടുക്കുക. ഇനി ഈ കപ്പയും ചിക്കനും കൂടി നല്ലോണം മിക്സ് ചെയ്യുക. മിക്സ് ചെയ്തിട്ട് ഇത് തണക്കാൻ വയ്ക്കുക. തണക്കാൻ വെച്ചിട്ട് നമുക്ക് കട്ട്ലേറ്റിനുള്ള ഉരുള ഉരുട്ടാം. അങ്ങനെ നമ്മുടെ ചിക്കനും കപ്പയും കൂടി നല്ലോണം സ്മാഷ് ചെയ്ത് മിക്സ് ചെയ്ത് വെച്ചേക്കുവാണ്. ഇനി നമുക്ക് ഇത് ഉരുട്ടി കട്ട്ലേറ്റിൽ ഷേപ്പാക്കി നമുക്ക് വറുത്തെടുക്കാം. ഇത് കുറച്ചേരം ഇരിക്കട്ടെ, കാരണം ഇതിൻ്റെ ചൂട് മാറിയാലാണ് ഉരുട്ടാൻ പറ്റുള്ളൂ, അല്ലെങ്കിൽ കൈ കൊള്ളും. അങ്ങനെ നമ്മുടെ കട്ട്ലേറ്റ് എല്ലാം ഞാൻ ഉരുട്ടി പരത്തി വെച്ചേക്കുവാണ്. 1/2 കിലോ ചിക്കനും 1/2 കിലോ ഉരുളക്കിഴങ്ങ് കൊണ്ട് ഉണ്ടാക്കിയ കട്ട്ലേറ്റ് ഓൾമോസ്റ്റ് 16-17 കട്ട്ലേറ്റ് നമുക്ക് ഉണ്ടാക്കാൻ പറ്റും. അങ്ങനെ വലിയ അടിപൊളി ഷേപ്പൊന്നുമല്ല, ഓക്കെയാണ്. അങ്ങനെ നമുക്ക് കട്ട്ലേറ്റ് വറുത്തെടുക്കാൻ വേണ്ടി വെളിച്ചെണ്ണ ഒഴിച്ചു. വെളിച്ചെണ്ണ ചൂടായതിന് ശേഷം മാത്രമേ കട്ട്ലേറ്റ് ഇടാമുള്ളൂ. എപ്പോഴും ഓർക്കുമെന്ന് പറയുന്നത്, ആദ്യം ഹൈ ഫ്ലെയിമിൽ വെച്ചതിന് ശേഷം, വെളിച്ചെണ്ണ നല്ലോണം ചൂടായതിന് ശേഷം പിന്നെ മീഡിയം ഫ്ലെയിമിൽ വെക്കുക. മീഡിയം ഫ്ലെയിമിൽ തന്നെ വെക്കണം, അല്ലെങ്കിൽ ഹൈ ഫ്ലെയിമിൽ തന്നെ വെച്ചിട്ട് കട്ട്ലേറ്റ് ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ കട്ട്ലേറ്റ് കരിഞ്ഞു പോകും. മീഡിയം ഫ്ലെയിമിൽ, അത് ആദ്യം ഹൈ ഫ്ലെയിമിൽ വെച്ചതിന് ശേഷം പിന്നെ മീഡിയം ഫ്ലെയിമിൽ ഇട്ടാക്കി ഒരു 3 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം മാത്രമേ കട്ട്ലേറ്റ് എടുത്തിടാമുള്ളൂ. അങ്ങനെ വറുത്തെടുത്താലാണ് കട്ട്ലേറ്റ് നല്ല ക്രിസ്പി ആയിട്ട് ഇരിക്കുകയുള്ളൂ. അല്ലാതെ ഹൈ ഫ്ലെയിമിൽ വെച്ച് ഡയറക്റ്റ് ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ കട്ട്ലേറ്റ് കരിഞ്ഞു പോകും. ഓക്കെ. അങ്ങനെ നമ്മുടെ ആദ്യത്തെ സെറ്റ് കട്ട്ലേറ്റ് ഇട്ടു, 6 കട്ട്ലേറ്റ് ഇട്ടു. ഇത് നമുക്കൊന്ന് മൂത്തതിന് ശേഷം നമുക്ക് തിരിച്ചിട്ട് കൊടുക്കാം. അങ്ങനെ നമ്മുടെ ആദ്യത്തെ സെറ്റ് കട്ട്ലേറ്റ് വറുത്ത് റെഡി ആയിരിക്കുന്നു. നല്ല മുര ക്രിസ്പി ആയിട്ടുള്ള സാധനമാണ്. ഇനി നമുക്ക് ബാക്കിയുള്ളതെല്ലാം കൂടി വറുത്തെടുക്കാം. അങ്ങനെ നമ്മുടെ
ചിക്കൻ കപ്പ കട്ട്ലേറ്റ് റെഡിയായിരിക്കുന്നു. വളരെ വ്യത്യസ്തമായൊരു രുചിയാണ് ഇതിന്. നമുക്കിഷ്ടപ്പെടും. കാരണം നമ്മൾ കപ്പ തിന്ന് ശീലിച്ചുള്ളവർക്ക് ഈ രുചി വളരെ ഇഷ്ടപ്പെടും. ഇത് നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. അങ്ങനെ ഇന്നത്തെ സ്പെഷ്യലായ ചിക്കൻ കപ്പ കട്ട്ലേറ്റ് റെഡിയായിരിക്കുന്നു. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ ബൈ.